അതെ, അവർക്കായില്ലേ വയസ്സ്, അവർക്കല്ലേ. നമുക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ആവും ആ ചേസും ആ പരിപാടിയും കാണുമ്പോൾ നമുക്കൊരു ബ്രെത്ത്ലെസ് ഫീൽ വരും. അയ്യോ ഇതെന്താണ്. ഹാപ്പി, വളരെ ഹാപ്പിയാണ്. പിന്നെ എന്താ, അല്ലാണ്ട് പിന്നെ അവരുടെ മാത്രമല്ല, അവരുടെ വൺ മാൻ ഷോ ആണ്. ഓക്കെ, കേരളത്തിലെ പ്രേക്ഷകർ നായകന്മാരെ മാത്രമല്ല അതെ, ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു ക്യാരക്ടറും ജനങ്ങള് വളരെയധികം ഏറ്റെടുത്തതായിട്ട് കാണുന്നുണ്ട്. എന്താണ് കേരളത്തിലെ പ്രേക്ഷകരെ കുറിച്ച് പറയുന്നത്? താങ്ക് യു, അത്രേ ഉള്ളൂ. എന്റെ ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് OTT സിനിമ വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ റെസ്പോൺസ് കിട്ടിയുള്ളത് എനിക്ക് കേരളത്തിലാണ്. അങ്ങനെ എന്റെ ഗരുഡഗമന, അതിന്റെ ശേഷം ടോബി, എല്ലാ പടത്തേക്ക് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ഒരു നല്ല സിനിമ ചെയ്യാൻ ഒരു ട്രൈ ചെയ്യൂ, കാണാം എന്താണ്. അത് അവരുടെ വലിയ ക്വാളിറ്റിയാണ്, അത്രേ ഉള്ളൂ. അത് ഞാൻ ചെറിയ മനുഷ്യനാണ്. ഭയങ്കര ഇൻട്രോ, എനിക്ക് പേടിയായി അത്ര വലിയ ഹെലികോപ്റ്ററിൽ. പക്ഷെ ആ ക്യാരക്ടറുടെ ഒരു ക്വാളിറ്റിയാണ് അങ്ങനെ, ഒരു ഏതും കെയർ ചെയ്യാതെ ഒരു സ്ട്രോങ് നെഗറ്റീവ് ക്യാരക്ടറാണ്. ചെയ്യുമ്പോൾ വളരെ ഒരു ഹാപ്പിനെസ് കിട്ടി. ഒരു നല്ല ക്യാരക്ടറാണ്. അതെ, പേടി, പിന്നെന്താ, പേടി മാത്രമേ ഉള്ളൂ. നെഞ്ചിലൊരു പേടിയാണ്. എന്താ വെച്ചാൽ എന്റെ ഡയലോഗ് കുറച്ചും കൂടി ശരിയാ, ഐ എം ഹാവിങ് എ ഡൗട്ട്, ശരിയായിട്ട് പറയാൻ പറ്റുമോ, എനിക്ക് ഡയലോഗ് തെറ്റിപ്പോവോ, അതാണ് എന്റെ വലിയ പേടി. പക്ഷെ അവർ നല്ല സപ്പോർട്ടിങ് കോ ആക്ടറാണ്. അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഏത് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും, ഏത് കുഴപ്പമായെങ്കിലും, ഏത് തെറ്റായെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് അവരുടെ സ്വീറ്റ് ക്വാളിറ്റി. ഇപ്പോ നമുക്കറിയാം, നിലവിൽ കണ്ടു വന്നിട്ടുള്ള ഒരു വില്ലൻ അപ്പിയറൻസ് അല്ല ഇതിൽ കാണുന്നത്, പ്രത്യേക തരത്തിലുള്ള വേഷവിധാനങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ എങ്ങനെയുണ്ട് ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന അന്ന് തോന്നിയിരുന്നു? അത് അതിൽ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. അത് ആക്ച്വലി നമ്മുടെ വൈശാഖിട്ട, പിന്നെ മിഥുന്റെ, പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള മെൽവിയുടെ, പിന്നെ സിനിമാറ്റോഗ്രാഫറുടെ, പിന്നെ ആർട്ട് ഡയറക്ടറുടെ, പിന്നെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ. ഐ എം ജസ്റ്റ് ആക്ടിങ്, അത്രേ ഉള്ളൂ. എന്റെ കോസ്റ്റ്യൂമും എന്റെ ബീഡിയും എന്റെ തുണ്ടും എന്റെ എല്ലാ കണ്ണടിയും എല്ലാം അവരുടെ ഡിസിഷനാണ്. പക്ഷെ അത് ക്യാരക്ടർക്ക് എങ്ങനെ സ്വാഗ് വേണോ അത് ഡയറക്ടർ ഹി വിൽ ടീച്ച് us, but we need to do that, that's all. എനിക്ക് വളരെ പേടിയായിട്ടുള്ള സീനാണ് ഫൈറ്റിംഗ് സീൻ. എന്താ വെച്ചാൽ തട്ടിയാൽ എന്ത് ചെയ്യൂന്ന്. I was telling director, if I accidentally hit Mammootty sir, I will run from here to Karnataka. I will never come back. But he was very cooperative. അങ്ങനെ പിന്നെ നല്ല ഒരു എഫേർട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് അവര്. നമുക്കറിയാം, താങ്കളുടെ മേഖലയിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും ഈ അഭിനയത്തിന്റെ ഒരു പാരമ്പര്യം പരിശോധിച്ചു നോക്കുകയാണ് മമ്മൂക്ക നമ്മളെ 100% അഭിനയത്തിന്റെ സമയത്തോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് സീനാണ്. എന്റെ ഫസ്റ്റ് സീനിൽ ഞാൻ അതൊരു സ്റ്റേഷന്റെ ഒരു സീൻ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടായാൽ അറിയൂ. സ്റ്റേഷന്റെ ഒരു സീൻ ഉണ്ട്. ആ സീനിൽ വരുമ്പോൾ എനിക്ക് തമിഴ് ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തമിഴ് ഒരു വാക്ക് പോലെ അറിയില്ല. അങ്ങനെ ഞാൻ അത് സീൻ പഠിച്ചു, പിന്നെ വായിച്ചിട്ട് ഞാൻ ബയാട്ട് പഠിച്ചിട്ട് ഞാൻ സെറ്റുക്ക് വന്നു. അപ്പൊ ലാസ്റ്റ് മൊമെന്റ് അത് മാറ്റി, അത് മലയാളം ചെയ്തു. അപ്പോൾ ഒരു വലിയ ഡയലോഗാണ് ഞാൻ മലയാളത്തിൽ പറയുന്നു. മമ്മൂട്ടി സാർക്ക് ഒരു ഡയലോഗ് കൂടെ അല്ല, അവർ ജസ്റ്റ് സ്റ്റെയറിങ് അറ്റ് മീ. എനിക്ക് പേടിയായി, ഞാൻ പേടിച്ചു. അങ്ങനെ കുറച്ചും കൂടി എൻ്റെ മോഡുലേഷൻ അത് ഇതും കുറച്ച് തെറ്റി. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്, ഒരു പേടിയും വേണ്ട, അത് എപ്പോഴും വേറെ ലാംഗ്വേജിൽ പോകുമ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് അങ്ങനെ തുടങ്ങുമ്പോൾ അങ്ങനെ ആവും. സോ ഹി ആക്ച്വലി ഗൈഡഡ് മീ ഹൗ ടു ഡു ഇറ്റ് ആൻഡ് ഹൗ ടു ഡു ദ മോഡുലേഷൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയി. ഇവിടെ ഈ സെറ്റിൽ ആരും എന്റെ ജഡ്ജ് ചെയ്യില്ല, എനിക്ക് നന്നായിട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ കംഫർട്ടബിൾ ആയി. ഞാൻ ഫോൺ വിളിച്ചായിരുന്നു. ഞാൻ തൃശ്ശൂരിലുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പോയിട്ട് ഈ പടം കണ്ടു. അതെന്താ വെച്ചാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഒരു വലിയ മാസ് പടം നമ്മുടെ രാഗം തിയേറ്ററിൽ കാണണമെന്ന്. അത് എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ പടം, പിന്നെ മമ്മൂട്ടി സാറുടെ പടം, അത് കാണാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അവിടുത്തെ തിയേറ്റർ ഓണർ സുനിലേട്ട വിളിച്ചായിരുന്നു അവിടെ. അപ്പോൾ മമ്മൂക്കാനെ എനിക്ക് കൊടുത്തു. സോ അപ്പോൾ ഐ ടോൾഡ് ലൈക്ക് ഇറ്റ് വാസ് മൈ ഡ്രീം ടു വാച്ച് യു ഹിയർ. സോ ഐ എം ഫൈനലി വാച്ചിങ് ഇറ്റ്. ഐ എം വെരി ഹാപ്പി. സോ ഹി വാസ് ഓൾസോ വെരി ഹാപ്പി.
രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ആഹാ ഒരു സൂപ്പർ സ്റ്റാർ ഫൈറ്റ് ആണ് എന്നാണ് മലയാളികൾ പറയുന്നത്. ഇല്ല ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ചെറിയ ആക്ടറാണ്. ഒരു 10 പടം കൂടെ ചെയ്തിട്ടില്ല ഞാൻ. അതൊരു ചെറിയ ആക്ടറാണ്. രണ്ട് പടത്തോടുകൂടി താങ്കളോട് സൂപ്പർ സ്റ്റാർ ഇല്ല സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. ഞാൻ ഒരു ആക്ടറാണ്, അത്രേ ഉള്ളൂ. ഞാൻ ഒരു ടെക്നീഷ്യൻ. അതിന് മുമ്പ് ഞാൻ ടെക്നീഷ്യൻ ആണ്. സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ. സോ വി ആർ ഓൾ ആക്ച്വലി സപ്പോർട്ടിങ്, ദാറ്റ്സ് ഓൾ. അത് അവരുടെ പടമാണ്. അതെ, ആ ഫൈറ്റിംഗ് എന്ത് ഇത് എന്നെങ്കിലും അത് ആക്ച്വലി അവരുടെ കൊറിയോഗ്രഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത്ര കോംപ്ലെക്സ് ഫൈറ്റിംഗ് എന്നെങ്കിലും അവർ പക്ഷേ അത്ര ആർട്ടിസ്റ്റ് വി വർ നോട്ട് ഗെറ്റിംഗ് ടയർഡ് അറ്റ് ഓൾ കേട്ടോ. വി വർ നോട്ട് ഗെറ്റിംഗ് ടയർഡ്. അത്ര ഈസി ആയിട്ട് ചെയ്തു കൊടുത്ത് അങ്ങനെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പടം കാണുമ്പോൾ 73 വയസ്സായിരുന്നാലും പറയില്ല. അതെ, അവർക്കല്ലേ വയസ്സ്, അവർക്കല്ലേ. നമുക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ആവും. ആ ചേസും ആ പരിപാടിയും കാണുമ്പോൾ നമുക്കൊരു ബ്രെത്ത്ലെസ് ഫീൽ വരും. അയ്യോ ഇതെന്താണ്. നമ്മുടെ നാട്ടിലെ നാച്ചുറൽ ആയിട്ടുള്ള ആളുകളെ ഫ്രണ്ട്സോ ആരെങ്കിലും സിനിമ കണ്ടോ? അവരുടെ അഭിപ്രായം അയ്യോ, അവിടെയും വലിയ ഹിറ്റാണ്. അവിടെയും ഏറ്റവും ആൾക്കാർ അവിടെ കണ്ടിട്ടുണ്ട്, ടാഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും അവർക്കും ഒരു വളരെ സന്തോഷമാണ്. അവരുടെ നാട്ടിലെ ഒരു ആക്ടർ ഇത്ര വലിയ സൂപ്പർ സ്റ്റാറുടെ മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമുണ്ട്. അത് എല്ലാവരും അവിടെയും ഷെയർ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമത്തിൽ ഇത് കർണാടകത്തിൽ വലിയ റിലീസാണ്. കാണാം എങ്ങനെ പോകുന്നു.